ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ഡയമെൻഷണൽ സമവാക്യം. ഓക്കെ, അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ കഴിഞ്ഞ പ്രിലിംസിന്, ഫോർത്ത് ഫേസ് പ്രിലിംസിന് ഉണ്ടായിരുന്നു. ഊർജ്ജത്തിൻ്റെ ഡയമെൻഷണൽ സമവാക്യം എന്താണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് വരുന്നത് 11th സ്റ്റാൻഡേർഡിലെ ടെക്സ്റ്റിൽ നിന്നാണ് കേട്ടോ, SCERT ടെക്സ്റ്റിൽ നിന്നുള്ളതാണ്. അപ്പോൾ അതിൽ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിൽ നിന്നുള്ള ഒരു പോർഷനാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ അതിന് തന്നെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കേണ്ട, നമുക്ക് സിമ്പിളായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ആൾക്കാരുണ്ട്. അത് ആരൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ M എന്താണെന്ന് അറിയണം, L എന്താണെന്ന് അറിയണം, T എന്താണെന്ന് അറിയണം. M എന്ന് പറഞ്ഞാൽ മാസ്സാണ്, L എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണ്, T എന്ന് പറഞ്ഞാൽ ടൈമാണ്. അപ്പോൾ ലെങ്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഡയമെൻഷനായിട്ടൊക്കെ എടുക്കാം കേട്ടോ. T എന്ന് പറഞ്ഞാൽ ടൈമാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആദ്യം ഒന്ന് വർക്കൗട്ട് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് വോളിയം എടുക്കാം. വോളിയം എന്ന് പറഞ്ഞാൽ എന്താ? വ്യാപ്തമാണ്. അപ്പോൾ ഈ വോളിയത്തിൻ്റെയൊക്കെ യൂണിറ്റ് നമ്മൾ എങ്ങനെ എഴുതാറ്? മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞിട്ടല്ലേ എഴുതാറ്, അല്ലേ? മീറ്റർ ക്യൂബ്. അപ്പോൾ മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അവിടെ എന്താ വരുന്നത്? മീറ്റർ എന്നൊക്കെ പറഞ്ഞാൽ ലെങ്ത് ആണ് വരുന്നത്, അല്ലേ? ഇനി നമ്മൾ എങ്ങനെയാണ് MLT രീതിയിൽ എഴുതണേന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം M എഴുതുക, L എഴുതുക, T എഴുതുക. ഇനി മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലെങ്ത് ആണ്. അപ്പോൾ ഈ മുകളിലത്തെ ഈ പവർ ഉണ്ടല്ലോ, ഈ പവർ മാത്രം നമ്മൾ കറസ്പോണ്ടിങ് ആളുടെ മുകളിൽ എഴുതി വെക്കുക. അതായത് ഇപ്പോൾ ഇത് ലെങ്ത് ആണല്ലോ, അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മളൊരു 3 എഴുതി, അല്ലേ? ഇവിടെ മീറ്റർ ക്യൂബാണ്, അപ്പോൾ ലെങ്ത്തിൻ്റെ മുകളിൽ നമ്മൾ 3 എഴുതി. ഇവിടെ മാസ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ ഞാനിവിടെ ഒരു 0 എഴുതി. ടൈം എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? അതും ഇല്ല. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ യൂണിറ്റ് എന്താ? M0 L ക്യൂബ് T0. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? L ക്യൂബ് എന്ന് പറഞ്ഞ് എഴുതാൻ പറ്റും. ക്ലിയർ ആയോ? ഇനി നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം. വെലോസിറ്റി. ഓക്കെ, വെലോസിറ്റിയുടെ യൂണിറ്റ് പറഞ്ഞോളൂ. എന്താ വെലോസിറ്റിയുടെ യൂണിറ്റ്? മീറ്റർ പെർ സെക്കൻഡ് ആണ്, അല്ലേ? മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ള രീതിയിൽ ഞാൻ എഴുതി കേട്ടോ. ഇനി ചെയ്യേണ്ട കാര്യം എന്തൊക്കെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ MLT. ഇനി മീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? മീറ്റർ റേസ് ടു 1 അല്ലേ? അതുപോലെ തന്നെ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് റേസ് ടു 1 എന്നുള്ളൊരു മീനിങ് ആണ്, അല്ലേ? ഓക്കെ, ഇനി മീറ്റർ എന്ന് പറയുമ്പോൾ ലെങ്ത് ആണല്ലോ. അപ്പോൾ ലെങ്ത്ത് അതിൻ്റെ മുകളിലുള്ള പവർ 1 ആണ്, അല്ലേ? അപ്പോൾ ഞാനിവിടെ ലെങ്ത്ത് നോക്കുകയാണ്. ഈ ലെങ്ത്തിൻ്റെ മുകളിൽ ഞാൻ എന്ത് എഴുതണം? ഈ പവർ 1 എഴുതി. ഇനി മാസ് എന്തെങ്കിലും ഇവിടെ കൊടുത്തിട്ടുണ്ടോ? ഇല്ല, കാരണം മീറ്റർ പെർ സെക്കൻഡ് എന്നല്ല. അപ്പോൾ ലെങ്ത്തും ടൈമും മാത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, അപ്പോൾ മാസ് കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാനിവിടെ എന്ത് എഴുതണം? ഇതിൻ്റെ മുകളിൽ ഞാനൊരു 0 എഴുതി, കാരണം കൊടുത്തിട്ടില്ലല്ലോ. പിന്നെയുള്ളത് സെക്കൻഡാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സെക്കൻഡ് എവിടെയാണ് വന്നിട്ടുള്ളത്? അടിയിലാണ് വന്നിട്ടുള്ളത്, അല്ലേ? മീറ്റർ ബൈ സെക്കൻഡ് ആണ്. അപ്പോൾ താഴെയാണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു മൈനസും കൂടെ ഇടണം കേട്ടോ മുകളിൽ. അപ്പം മൈനസ് ഇവിടെ ഇട്ടിട്ടുള്ള 1 അതേപോലെ തന്നെ എഴുതി. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ? M0 L1 T റേസ് ടു -1. ഇനി അടുത്ത് നമുക്ക് നോക്കാം ഫോഴ്സ് ആണ്. ഫോഴ്സിൻ്റെ യൂണിറ്റ് വേഗം പറയാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ന്യൂട്ടൺ ആണ്. പക്ഷെ ന്യൂട്ടൺ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ MLT എന്നുള്ള രീതിയിൽ പെട്ടെന്ന് എഴുതാൻ പറ്റില്ല, അല്ലേ? അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ് നമുക്കറിയാം, അല്ലേ? മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ഇനി മാസ് എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ യൂണിറ്റ് kg ആണ്. ഇൻറ്റു ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ യൂണിറ്റ് എന്താ? അതൊക്കെ പഠിച്ചിരിക്കണം കേട്ടോ. ത്വരണത്തിൻ്റെ യൂണിറ്റ് എന്താ? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. kg ഇൻറ്റു മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇനി സിമ്പിളാണ്. അപ്പോൾ kg എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായി മാസ്സാണ്, അല്ലേ? അപ്പോൾ മാസ് നമ്മൾ അതിൻ്റെ മുകളിൽ കണ്ടോ, kg റേസ് ടു 1 ആണല്ലോ kg. അപ്പോൾ ഞാൻ മാസിൻ്റെ മുകളിൽ 1 എഴുതി. ഇനി L എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലെങ്ത് ആണ്. അതിനിവിടെ കൊടുത്തിട്ടുണ്ട് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ മീറ്റർ ആണ്, അല്ലേ? അപ്പോൾ മീറ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിൽ 1 ഉണ്ടെന്നല്ല അർത്ഥം. അപ്പോൾ ഞാൻ Lൻ്റെ മുകളിലും 1 എഴുതി. ഇനി ബൈ സെക്കൻഡ് സ്ക്വയർ ആണ്. ഞാൻ നേരത്തെയും പറഞ്ഞു, താഴെയാണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ കൊടുത്തിട്ടുള്ള പവറിൻ്റെ ഒപ്പം ഒരു മൈനസും കൂടി ഇട്ട് കൊടുക്കണം, അല്ലേ? അപ്പോൾ ടൈമാണ്, സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ടൈമാണ്. അപ്പോൾ ടൈം റേസ് ടു -2. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? M1 L1 T റേസ് ടു -2. അടുത്ത് നമുക്ക് നോക്കാം ഡെൻസിറ്റി ആണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാം. ഡെൻസിറ്റിയുടെ ഇക്വേഷൻ പറഞ്ഞു തന്നെ. എന്താ? മാസ് ബൈ വോളിയം ആണ്, അല്ലേ? മാസ് ബൈ വോളിയം. ഓക്കെ, അപ്പോൾ മാസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എന്താ? kg ആണ്. വോളിയം എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? kg ബൈ മീറ്റർ ക്യൂബ് എന്ന് എഴുതാം, അല്ലേ? ഇനി എന്ത് ചെയ്യണം? നേരത്തെ പറഞ്ഞ പോലെ MLT എന്ന് എഴുതി. ഇനി kg എന്ന് പറഞ്ഞാൽ എമ്മിൻ്റെ മുകളിൽ 1 എഴുതി. ബൈ മീറ്റർ ക്യൂബാണ്. അപ്പോൾ മീറ്റർ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ലെങ്ത് ആണ്. പക്ഷേ ബൈ വന്നതുകൊണ്ട് ഞാൻ എങ്ങനെ എഴുതണം? റേസ് ടു -3 ഇടണം. ടി എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ടൈമിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഞാൻ അവിടെ എന്ത് ഇടണം? അതിൻ്റെ മുകളിൽ 0 ഇട്ടു. അപ്പോൾ നമ്മുടെ ആൻസർ M1 L റേസ് ടു -3 T റേസ് ടു 0.
ഓക്കെ, അപ്പോൾ നമ്മൾ ഡെൻസിറ്റിയുടെ യൂണിറ്റ് പഠിച്ചു. ഇനിയിപ്പോൾ സപ്പോസ് ക്വസ്റ്റ്യൻ റിലേറ്റീവ് ഡെൻസിറ്റിയുടെ യൂണിറ്റ് ആണ് ചോദിക്കുന്നതെന്ന് വിചാരിച്ചോളൂ കേട്ടോ. റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഡെൻസിറ്റി ബൈ അടുത്ത ഡെൻസിറ്റി. അപ്പോൾ രണ്ടും ഡെൻസിറ്റി ആണെങ്കിൽ അവിടെ അതിന് ഡയമെൻഷൻ ഉണ്ടാവോ? ഇല്ല, ഡയമെൻഷൻലെസ് ആണ്. മനസ്സിലായിട്ടില്ലെങ്കിൽ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പം ഞാൻ 2 ലെങ്ത്ത് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാമെന്ന് വിചാരിച്ചോളൂ. 2 ലെങ്ത്ത് വെച്ചിട്ട് ഞാൻ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അത് രണ്ടും വെട്ടിപ്പോവില്ലേ? അപ്പോൾ അവിടെ ഡയമെൻഷൻ ഉണ്ടോ? ഇല്ല. അപ്പോൾ റിലേറ്റീവ് വെച്ചിട്ട് എന്ത് വരികയാണെങ്കിൽ, ഇപ്പോൾ റിലേറ്റീവ് ഡെൻസിറ്റി അല്ലെങ്കിൽ റിലേറ്റീവ് ടൈം അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ അത് ഡയമെൻഷൻലെസ് ആണെന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം. അടുത്ത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊടുത്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഊർജ്ജത്തിൻ്റെ ഡയമെൻഷണൽ സമവാക്യം എന്താണ്? ഓക്കെ, ഊർജ്ജം എന്ന് പറഞ്ഞാൽ എന്താ? എനർജിയാണ്, എനർജി. അപ്പോൾ എനർജിയുടെ ഡയമെൻഷണൽ സമവാക്യമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എനർജി എന്ന് പറഞ്ഞാൽ അതിൻ്റെ യൂണിറ്റ് നമുക്കറിയാം, എന്താ? ജൂൾസ് ആണ് അല്ലേ? എനർജി അതുപോലെ തന്നെ വർക്കിൻ്റെ ഒക്കെ യൂണിറ്റ് ചോദിക്കുകയാണെങ്കിൽ ജൂൾസ് ആണ്. പക്ഷേ ജൂൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ഈ MLT എന്നുള്ള രീതിയിൽ എഴുതേണ്ടത് എന്നുള്ളത് അറിയില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനർജി എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇക്വേഷൻ നോക്കാം. എനർജി ഏതെങ്കിലും ഒരു എനർജി എടുത്തോളൂ. അപ്പോൾ നമുക്ക് പൊട്ടൻഷ്യൽ എനർജി എടുക്കാം കേട്ടോ. അപ്പോൾ M × G × H ഇതല്ലേ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ. M എന്ന് പറഞ്ഞാൽ എന്താ? kg, ഇത് മാസാണല്ലോ. G എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അതിൻ്റെ യൂണിറ്റ് എന്താ വരിക? m/s². ആക്സിലറേഷൻ്റെ പോലെ തന്നെ സെയിം യൂണിറ്റ് തന്നെയാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, m/s². ഈ H എന്ന് പറഞ്ഞാൽ എന്താ? ഹൈറ്റ് ആണ്. അത് മീറ്റർ തന്നെയല്ലേ? അപ്പോൾ ഞാനിവിടെ മീറ്റർ തന്നെ എഴുതി കേട്ടോ. അപ്പോൾ എന്ത് കിട്ടി? kg m²/s² എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും? M എഴുതി, L എഴുതി, T എഴുതി. ഇനി kg എന്ന് പറഞ്ഞപ്പോൾ M-ൻ്റെ മുകളിൽ 1 എഴുതി. m² എന്ന് പറയുമ്പോൾ ഇത് മാസമല്ല കേട്ടോ, ഇതെന്താ? മീറ്റർ ആണ്. അപ്പോൾ L² എഴുതി. ഇനി Tയുടെ മുകളിൽ എന്താ എഴുതുക? അടിയിലാണ് വന്നിട്ടുള്ളത് അല്ലേ? /² എന്ന് പറഞ്ഞാൽ അടിയിലാണ്. S എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ആണ് അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ -2 എന്ന് എഴുതും. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ എന്താ? mL²T⁻² എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഇത് പൊട്ടൻഷ്യൽ എനർജി തന്നെ എടുക്കണം എന്നില്ല. നിങ്ങൾ ഏത് ഇക്വേഷൻ എടുക്കുകയാണെങ്കിലും, ഇപ്പോൾ കൈനറ്റിക് എനർജി ഇക്വേഷൻ എടുക്കുകയാണെങ്കിലും ½mv², ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ആൻസർ കിട്ടും. എങ്ങനെ കിട്ടും? ഈ ഹാഫ് എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. M എന്ന് പറഞ്ഞാൽ kg ആണ്, V എന്ന് പറഞ്ഞാൽ m/s ആണ് അല്ലേ? വെലോസിറ്റി എന്ന് പറഞ്ഞാൽ m/s. സ്ക്വയർ എന്ന് പറയുമ്പോൾ M-നും സ്ക്വയർ വേണം, S-നും സ്ക്വയർ വേണം. അപ്പോഴും നമുക്ക് ഈ സെയിം ആൻസർ തന്നെയല്ലേ കിട്ടിയേ അല്ലേ? അപ്പോഴും നമുക്ക് ഈ സെയിം ആൻസർ തന്നെ കിട്ടും കേട്ടോ, mL²T⁻². അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു ക്ലാസ്. എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.